നമസ്കാരം. രാഹുൽ ഗാന്ധി കോൺഗ്രസ് അധ്യക്ഷനാകും. സോണിയാഗാന്ധിക്ക് ഉപദേശക പദവി നൽകും. മുതിർന്ന നേതാക്കളെ ഒഴിവാക്കി AICC ഉടൻ പുനഃസംഘടിപ്പിക്കും. ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ കോൺഗ്രസ് പ്രവർത്തക സമിതി ഉടൻ ചേരും. വിവരങ്ങളുമായി സന്തോഷ് സല്ലിംഗ് ഞങ്ങളുടെ പ്രതിനിധി ദില്ലിയിൽ നിന്ന്. സന്തോഷ്, കോൺഗ്രസ് ചരിത്രപരമായ അതിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നുപോകുമ്പോഴാണ് ഇങ്ങനെയൊരു നേതൃമാറ്റം. AICC പൂർണ്ണമായും പുനഃസംഘടിപ്പിക്കുമോ? മുതിർന്ന നേതാക്കളെ ഒഴിവാക്കുമോ? അരുൺ, പാർട്ടിയെ നയിക്കാൻ നെഹ്റു കുടുംബത്തിൽ നിന്ന് ഒരാളെ കൂടി കണ്ടെത്തിയിരിക്കുകയാണ് കോൺഗ്രസ് എന്ന് പറയേണ്ടി വരും. 2013 ജയ്പൂരിൽ വെച്ചാണ് AICC അംഗങ്ങളുടെ യോഗത്തിൽ ഉപാധ്യക്ഷനായി രാഹുൽ ഗാന്ധി സ്ഥാനമേറ്റത്. എന്തായാലും സോണിയാഗാന്ധിക്ക് പകരം രാഹുൽ ഗാന്ധിക്ക് ചുമതല നൽകാനാണ് ഇപ്പോഴത്തെ തീരുമാനം. ഇതിന് AICC അംഗങ്ങളുടെ ചിന്തൻ ശിവർ വിളിച്ച് തീരുമാനമെടുക്കുക. അതിനു മുമ്പ് അടുത്ത ആഴ്ച തന്നെ കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ചേരുന്നുണ്ട്. ഈ യോഗത്തിൽ അദ്ദേഹത്തെ അധ്യക്ഷനാക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളും. പാർട്ടി ഭരിക്കുന്ന ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ എവിടെയെങ്കിലും ചിന്തൻ ശിവർ വിളിക്കാനാണ് ഇപ്പോൾ തീരുമാനം. എന്തായാലും രാഹുൽ ഗാന്ധി സ്ഥാനമേറ്റാൽ അദ്ദേഹത്തോടൊപ്പം രാജസ്ഥാൻ അധ്യക്ഷൻ സച്ചിൻ പൈലറ്റ്, വക്താവ് രൺദീപ് സിംഗ് സുർജേവാല, ദില്ലി ഘടക അധ്യക്ഷൻ അജയ് മാക്കൻ തുടങ്ങിയവരും നേതൃനിരയിലെത്തും. പഴയ വൃത്ത നേതൃത്വങ്ങൾ, പ്രത്യേകിച്ച് അഹമ്മദ് പട്ടേൽ അടക്കമുള്ളവരെല്ലാം എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും മാറ്റി വിശദമായൊരു പുനഃസംഘടന ഉണ്ടാകുമെന്നും പ്രവർത്തക സമിതി അംഗങ്ങൾ സൂചന നൽകുന്നുണ്ട്. അടുത്ത വർഷം നടക്കുന്ന ഉത്തർപ്രദേശ്, പഞ്ചാബ്, ഗുജറാത്ത്, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, മണിപ്പൂർ, ഗോവ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളെല്ലാം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലാകും നേരിടുക. അതേസമയം പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പും കേരളമടക്കമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളും പാർട്ടിയെ നയിച്ചത് രാഹുൽ ഗാന്ധിയായിരുന്നു. പക്ഷെ ഇവിടങ്ങളിലെല്ലാം കനത്ത പരാജയം കൂടി ഏറ്റുവാങ്ങേണ്ടി വന്നു. ഇതിന്റെ പഴി രാഹുൽ ഗാന്ധി കേൾക്കുമ്പോഴാണ് പുതിയ സ്ഥാനലബ്ധി എന്നതും വിചിത്രം. അരുൺ. സന്തോഷ്, ദില്ലിയിൽ നിന്ന്. പൊതുജനത്തിന് ഇടിത്തിയായി പാചകവാതക, പെട്രോൾ, ഡീസൽ വില വർദ്ധിപ്പിച്ചു. ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടറിന് 23 രൂപയും വാണിജ്യ ആവശ്യത്തിനുള്ള സിലിണ്ടറിന് 38 രൂപയുമാണ് കൂട്ടിയത്. പെട്രോൾ ലിറ്ററിന് 2 രൂപ 58 പൈസയും ഡീസലിന് 2 രൂപ 26 പൈസയുമാണ് കൂട്ടിയത്. മുഖ്യമന്ത്രി പിണറായി വിജയനും സച്ചിൻ തെണ്ടുൽക്കറും കൂടിക്കാഴ്ച നടത്തി. കേരളത്തിലെ ഫുട്ബോൾ വികസനത്തിന് പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കാനും 5 വർഷം കൊണ്ട് രാജ്യാന്തര നിലവാരമുള്ള 100 കളിക്കാരെ വാർത്തെടുക്കുന്നതിനും കേരളത്തിന് പ്രത്യേക ഫുട്ബോൾ അക്കാദമി തുടങ്ങാനും കേരള ബ്ലാസ്റ്റേഴ്സുമായി സർക്കാർ ധാരണയിലെത്തി. കൂടിക്കാഴ്ചയിൽ സച്ചിനൊപ്പം ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ ഓഹരി ഉടമകളായ ചിരഞ്ജീവി, നാഗാർജുന എന്നിവർ പങ്കെടുത്തു. JDUവിൽ കടുത്ത പ്രതിസന്ധി. കോഴിക്കോട് ജില്ലാ പ്രസിഡന്റിൽ നിന്ന് രാജിക്കത്ത് എഴുതി വാങ്ങിച്ചു. വീരേന്ദ്രകുമാറിന്റെ വീട്ടിലാണ് യോഗം നടക്കുന്ന. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി PV കുട്ടൻ ചേരുന്നു. കുട്ടൻ, ഏറ്റവും പുതുതായ ഒരു വിവരം, ഇക്കാര്യത്തിൽ പല മണ്ഡലങ്ങളിലും കോൺഗ്രസ് വോട്ട് മറിച്ചു എന്ന ഗൗരവതരമായ ആരോപണം JDU ഉന്നയിക്കുന്നുണ്ടല്ലോ. നേരത്തെ നേമത്ത് ഇക്കാര്യം പറഞ്ഞ് പരസ്യമായ വാക്കുതർക്കത്തിലേക്ക് പോവുകയും DCC ഇക്കാര്യത്തിൽ പൊട്ടിത്തെറിക്കുകയും വരെ ചെയ്തിരുന്നു. എന്താണ് നിലവിലെ അവസ്ഥ? എങ്ങനെയാണ് യോഗം പുരോഗമിക്കുന്നത്? അരുൺ, യോഗം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. പല മണ്ഡലങ്ങളും, അതായത് JDU മത്സരിച്ച 7 മണ്ഡലങ്ങളിലാണ് JDU മത്സരിക്കുന്നത്. ഇതിൽ ഭൂരിഭാഗം മണ്ഡലങ്ങളിലും കോൺഗ്രസ് മറ്റു പല പാർട്ടികൾക്കും വോട്ട് മറിച്ചു എന്നുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ നേതൃയോഗത്തിൽ ഉയർന്നു വന്നിരിക്കുന്നത്. പ്രധാനമായും സംസ്ഥാന നേതാവായ ഷേഖ് പി ഹാരിസ് ആണ് ഈ ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അദ്ദേഹം അമ്പലപ്പുഴയിലെ സ്ഥാനാർത്ഥിയായിരുന്നു. ഇവിടെ DCC പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ തന്നെ കോൺഗ്രസ് പ്രവർത്തകർ വോട്ട് മറിച്ചു എന്നാണ് ഷേഖ് പി ഹാരിസ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. കോൺഗ്രസ് പ്രവർത്തകർ യാതൊരു സഹായവും തന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് വേണ്ടി നൽകിയില്ല എന്ന വളരെ ഗുരുതരമായ ആരോപണവും അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നേമം മണ്ഡലത്തിൽ V സുരേന്ദ്രൻപിള്ള മത്സരിച്ച നേമം മണ്ഡലത്തിൽ കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസ് നേതാക്കളും തങ്ങളുടെ വോട്ടുകൾ BJPക്ക് മറിച്ചു നൽകിയെന്ന ആരോപണം അവിടെ നിന്നുള്ള, തിരുവനന്തപുരത്തു നിന്നുള്ള നേതാക്കൾ ഉന്നയിച്ചു. അതുപോലെ വടകരയിൽ മനയത്ത് ചന്ദ്രൻ, കോഴിക്കോട് ജില്ലാ പ്രസിഡന്റായിരുന്ന മനയത്ത് ചന്ദ്രൻ മത്സരിച്ചിരുന്ന വടകര മണ്ഡലത്തിൽ കോൺഗ്രസിന്റെയും മറ്റ് ഘടക പാർട്ടികളുടെയും വോട്ടുകൾ RMP സ്ഥാനാർത്ഥിക്ക് മറിച്ചു നൽകി എന്ന ഉൾപ്പെടെയുള്ള വളരെ ഗുരുതരമായ രാഷ്ട്രീയ ആരോപണങ്ങളാണ് ഈ യോഗത്തിൽ ഉയർന്നു വന്നിരിക്കുന്നത്. യോഗം ഇപ്പോഴും തുടരുകയാണ്. MP വീരേന്ദ്രകുമാറിന്റെ അധ്യക്ഷതയിലാണ് യോഗം നടക്കുന്നത്. ചർച്ച ഇതുവരെയും പൂർത്തിയായിട്ടില്ല. ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ ചേരിതിരിഞ്ഞുള്ള ആരോപണ പ്രത്യാരോപണങ്ങളാണ് യോഗത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. നേരത്തെ യോഗത്തിൽ നിന്നും വിട്ടുനിന്ന KP മോഹനൻ അല്പസമയം മുമ്പ് യോഗ ഹാളിലേക്ക് എത്തിയിട്ടുണ്ട്. KP മോഹനെതിരെയും രൂക്ഷമായ ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. അദ്ദേഹമാണ് JDU LDFിലേക്ക് പോകുന്നു എന്നുള്ള ഒരു തീരുമാനം, അല്ലെങ്കിൽ അത്തരമൊരു നീക്കത്തെ തടയിട്ടത് KP മോഹനും മനയത്ത് ചന്ദ്രനും ഉൾപ്പെടെയുള്ള നേതാക്കളായിരുന്നു. ഈ ഒരു കാരണം ഉന്നയിച്ചുകൊണ്ട് KP മോഹൻ ഉൾപ്പെടെയുള്ള വിഭാഗത്തിനെതിരെ മറുവിഭാഗം ശക്തമായ രീതിയിൽ മുന്നോട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. അരുൺ. PV കുട്ടൻ ഞങ്ങളുടെ പ്രതിനിധി വിവരങ്ങൾ നൽകിയത്.
മെഡിക്കൽ പ്രവേശന പരീക്ഷാ ഫലം വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ചു. 1,04,787 പേർ യോഗ്യത നേടി. ഒന്നാം റാങ്ക് കണ്ണൂർ സ്വദേശി മുഹമ്മദ് മുനവറിനും, രണ്ടാം റാങ്ക് ചെന്നൈ സ്വദേശി ലക്ഷൻ ദേവിനും, മൂന്നാം റാങ്ക് എറണാകുളം സ്വദേശി ബെൻസാൻ എൽദോയ്ക്കും ലഭിച്ചു. കൂടുതൽ വിവരങ്ങൾ ഞങ്ങളുടെ പ്രതിനിധി KG ദിനകർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ദിനകർ, സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ MBBS BDS സീറ്റുകളിലേക്കടക്കം ഈ മെറിറ്റ് ലിസ്റ്റിൽ നിന്നാണ് പ്രവേശനം നൽകുന്നത്. ആർക്കൊക്കെയാണ് റാങ്ക്? അതിന്റെ പട്ടിക കൂടി. അരുൺ, 1,16,477 വിദ്യാർത്ഥികളാണ് മെഡിക്കൽ വിഭാഗത്തിൽ പരീക്ഷ എഴുതിയിരുന്നത്. ഇതിൽ 1,04,787 പേർ യോഗ്യത നേടി. വിവിധ കാരണങ്ങൾ കൊണ്ട് മെഡിക്കൽ വിഭാഗത്തിൽ 329 പേരുടെ ഫലം തടഞ്ഞു വെച്ചിട്ടുമുണ്ട്. മെഡിക്കൽ പ്രവേശന പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ്, ആയുർവേദ കോഴ്സുകളിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് എന്നിവയാണ് ഇപ്പോൾ പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാം റാങ്ക് മെഡിക്കൽ എൻട്രൻസിൽ ഒന്നാം റാങ്ക് ലഭിച്ചിരിക്കുന്നത് കണ്ണൂർ സ്വദേശി മുഹമ്മദ് മുനവർ വിവിക്കാണ്. രണ്ടാം റാങ്ക് ലഭിച്ചിരിക്കുന്നത് അടയാർ ചെന്നൈ സ്വദേശി ലക്ഷിൻ ദേവ് ബി. മൂന്നാം റാങ്ക് എറണാകുളം സ്വദേശി ബെൻസൺ ജേക്ക് എൽദോയ്ക്കും. നാലാം റാങ്ക് റമീസ ജഹാൻസ മലപ്പുറം സ്വദേശിനിയാണ്. അഞ്ചാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് തൃശൂർ സ്വദേശി കെവിൻ ജോയ്ക്കാണ്. അതോടൊപ്പം തന്നെ ആറാം റാങ്ക് ലഭിച്ചിരിക്കുന്നത് തൃപ്പൂണിത്തുറ സ്വദേശി അജയ് എസ് നായർക്കും. ഏഴാം റാങ്ക് ആസിഫ് അബ്ബാൻ കെ മലപ്പുറം സ്വദേശിയാണ്. എട്ടാം റാങ്ക് കോഴിക്കോട് സ്വദേശി ഹരികൃഷ്ണൻ കെയ്ക്കും. ഒൻപതാം റാങ്ക് അലീന അഗസ്റ്റിൻ കോട്ടയം സ്വദേശിനിയാണ്. പത്താം റാങ്ക് നിഹാല എ മലപ്പുറം സ്വദേശിനിയാണ് ഇവർ. SC വിഭാഗത്തിൽ ബിപിൻ ജി രാജിനാണ് ഒന്നാം റാങ്ക്. തിരുവനന്തപുരം സ്വദേശിയാണ് ബിപിൻ ജി രാജ്. രണ്ടാം റാങ്ക് അരവിന്ദ് രാജനാണ് ലഭിച്ചിരിക്കുന്നത്. തൃശൂർ സ്വദേശിയാണ്. ST വിഭാഗത്തിൽ ഒന്നാം റാങ്ക് പരിശോധനയ്ക്കായി തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ രണ്ടാം റാങ്ക് ലഭിച്ചിരിക്കുന്നത് മേഘന വി കാസർഗോഡ് സ്വദേശിനിക്കാണ് ലഭിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കിയ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കുട്ടികൾ കുറവുള്ളതിന്റെ പേരിൽ ഒരു സ്കൂളും പൂട്ടില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. സാമ്പത്തിക നേട്ടമല്ല, മറിച്ച് സാമൂഹിക നേട്ടമാണ് വിദ്യാഭ്യാസത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കോടതിയുടെ പരിഗണനയിലുള്ള സ്കൂളുകൾ ഒഴികെ ഒരു സ്കൂളും പൂട്ടാൻ സർക്കാർ തയ്യാറാവുകയില്ല. അതോടൊപ്പം ജൂൺ മധ്യത്തോടെ പാഠപുസ്തകങ്ങൾ സ്കൂളുകളിൽ എത്തിക്കാനുള്ള നടപടികൾ പൂർത്തീകരിച്ചു വരികയാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പാഠപുസ്തകങ്ങളുടെ അച്ചടി പൂർത്തിയാകുന്നതിനനുസരിച്ച് ഇപ്പോൾ തന്നെ സ്കൂളുകളിലേക്ക് എത്തിക്കുകയാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 15ഓടുകൂടി ഏതാണ്ട് 15-20 മുഴുവൻ പാഠപുസ്തകങ്ങളും സ്കൂളുകളിൽ എത്തിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് വ്യക്തമാക്കി. അരുൺ. KG ദിനകർ തിരുവനന്തപുരത്ത് നിന്ന്. മധ്യവേനൽ അവധി കഴിഞ്ഞ് സംസ്ഥാനത്തെ സ്കൂളുകൾ തുറന്നപ്പോൾ 4 ലക്ഷത്തിലധികം കുരുന്നുകളാണ് പുതിയ അധ്യയന വർഷത്തിൽ സ്കൂളുകളിലേക്ക് എത്തിയത്. കുട്ടികളെ വരവേൽക്കുന്നതിനായി എല്ലാ സ്കൂളുകളിലും വിപുലമായ രീതിയിൽ പ്രവേശന ഉത്സവം സംഘടിപ്പിച്ചിരുന്നു. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് നിർവഹിച്ചു. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സുനിൽ അരിമാനൂർ ചേരുന്നു. സുനിൽ, കളിച്ചുല്ലസിച്ച അവധിക്കാലത്തിന് വിട നൽകിയാണ് 4 ലക്ഷത്തിലധികം കുട്ടികൾ പ്രവേശനോത്സവത്തിൽ പങ്കെടുത്തത്, അക്ഷരമുറ്റത്തേക്ക് കടന്നത്. എന്തൊക്കെ ക്രമീകരണങ്ങളായിരുന്നു ഏർപ്പെടുത്തിയിരുന്നത്? തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇന്ന് രാവിലെ തന്നെ എല്ലാ സ്കൂളുകളിലും പ്രവേശനോത്സവം വിപുലമായ രീതിയിൽ തന്നെയാണ് പ്രവേശനോത്സവം സംഘടിപ്പിച്ചത്. പ്രത്യേകിച്ച് സംസ്ഥാനതല പ്രവേശനോത്സവം നടന്നത് തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു. ഇവിടെ വിദ്യാഭ്യാസ മന്ത്രിയാണ് സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചത്. കേരളത്തിന്റെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതോടൊപ്പം അത് മറ്റ് മേഖലയ്ക്ക്, മറ്റ് സംസ്ഥാനങ്ങൾക്കും അത് മാതൃകയാവുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്കാണ് വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് പോകാൻ പോകുന്നത്. അതിനുള്ള പ്രവർത്തനങ്ങൾ ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഈ ആഴ്ചയിൽ തന്നെ പാഠപുസ്തകങ്ങളെല്ലാം സ്കൂളുകളിൽ എത്തിക്കുന്നതിന് വേണ്ട നടപടിക്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു പ്രഖ്യാപനവും അദ്ദേഹം നടത്തുകയുണ്ടായി. മറ്റ് സ്കൂളുകളിൽ, സർക്കാർ മേഖലയിലെ പഞ്ചായത്ത് തലത്തിലും വിപുലമായ രീതിയിൽ തന്നെയാണ് പ്രവേശനോത്സവം സംഘടിപ്പിച്ചത്. ഏകദേശം 4 ലക്ഷത്തിലധികം പുതിയ കുട്ടികളാണ് ഓരോ സ്കൂളിലും ഇന്ന് ആദ്യ അക്ഷരം കുറിക്കാനായി എത്തിച്ചേർന്നത്. ഇന്ന് ആദ്യ ദിവസമായതുകൊണ്ട് തന്നെ 1 മണിക്കൂർ മാത്രമാണ് സ്കൂളുകളിൽ ക്ലാസ് ഉണ്ടായിരുന്നത്. ഇനി നാളെ മുതൽ റെഗുലറായിട്ട് സ്കൂളുകളിൽ ക്ലാസ് തുടങ്ങുന്നതോടുകൂടി തന്നെ ഒരു പുതിയ അധ്യയന വർഷത്തിന് കൂടെ തുടക്കമായിരിക്കുകയാണ്. സുനിൽ അരിമാനൂർ തിരുവനന്തപുരത്ത് നിന്ന്. പൊതുവിദ്യാഭ്യാസ മേഖലയെ ശക്തിപ്പെടുത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുകയാണ് സംസ്ഥാന സർക്കാരിന്റെ നയമെന്ന് വിദ്യാഭ്യാസ മന്ത്രി C രവീന്ദ്രനാഥ് പറഞ്ഞു. വിദ്യാഭ്യാസ രംഗത്ത് പൊതുവിദ്യാഭ്യാസത്തെ സംരക്ഷിക്കുക, ശക്തിപ്പെടുത്തുക, കൂടുതൽ വികസിപ്പിക്കുക എന്നുള്ളതാണ് ഈ സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കുന്നതിലൂടെയും വികസിപ്പിക്കുന്നതിലൂടെയും കേരളത്തിൻ്റെ എല്ലാ മേഖലകളുടെയും വളർച്ച പരസ്പര പൂരകമായി നടക്കും എന്ന് നമ്മളെല്ലാം വിശ്വസിക്കുകയാണ്. സ്കൂൾ പ്രവേശനോത്സവം മധ്യകേരളത്തിലും വർണ്ണാഭമായി. അറിവിന്റെ ലോകത്തേക്ക് പിച്ചവയ്ക്കുന്ന കുരുന്നുകളെ സമ്മാനങ്ങളും മധുരവും നൽകിയാണ് അധ്യാപകർ വരവേറ്റത്. പുത്തനുടുപ്പണിഞ്ഞ് പുത്തൻ കുടയും ബാഗുമായി രക്ഷിതാക്കളുടെ കൈപിടിച്ച് വിദ്യാലയമുറ്റത്തെത്തിയപ്പോൾ പലർക്കും പല ഭാവമായിരുന്നു. ചിലർക്ക് അങ്കലാപ്പ്, ചിലർക്ക് സങ്കടം, മറ്റു ചിലർക്ക് ആഹ്ലാദം.
അപരിചിതരായ കൂട്ടുകാരെ കണ്ടപ്പോൾ പലരും കണ്ണെടുക്കാതെ കൗതുകത്തോടെ പരസ്പരം നോക്കി. മലയാളത്തിൽ പേരെന്തെന്ന് ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടാതിരുന്ന കൊച്ചുമിടുക്കിയോട് ഹിന്ദിയിൽ പേര് ചോദിച്ചപ്പോൾ ഉഷാറായി മറുപടി വന്നു. കൂട്ടത്തിൽ ഇതര സംസ്ഥാന കുരുന്നുകളുമുണ്ടെന്ന് അപ്പോഴാണ് മനസ്സിലായത്. അമ്മ ക്ലാസ്സിൽ തനിച്ചാക്കിപ്പോയ സങ്കടം ചിലർ മറച്ചുവെച്ചില്ല. സമ്മാനപ്പൊതിയോടൊപ്പം മധുരം നൽകിയാണ് അധ്യാപകർ നവാഗതരെ ക്ലാസ്സിലേക്ക് ആനയിച്ചത്. ലഡ്ഡു കയ്യിലിരിക്കുന്നത് കൊണ്ടായിരിക്കണം ക്ലാസ്സിലെത്തിയ മിക്കവരും സന്തുഷ്ടരായിരുന്നു. ഒപ്പം ക്ലാസ് ടീച്ചർക്ക് സുപ്രഭാതവും നേർന്നു. ടീച്ചർ ഓരോരുത്തരെയായി പേര് വിളിച്ചപ്പോൾ വിദ്യാർത്ഥികൾ അച്ചടക്കത്തോടെ ഹാജർ പറഞ്ഞു. അതോടെ 1ാം ക്ലാസുകൾ സജീവമായി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഒരു നാടിന്റെ ആഘോഷമായി മാറി മലാപ്പറമ്പ് AUP സ്കൂളിലെ പ്രവേശനോത്സവം. സ്കൂൾ സംരക്ഷണ സമരസമിതിയുടെ നേതൃത്വത്തിലാണ് പ്രവേശനോത്സവം സംഘടിപ്പിച്ചത്. പായസവും മിഠായി വിതരണവും നടത്തി 15 വിദ്യാർത്ഥികളെയാണ് ഇത്തവണ പുതുതായി സ്കൂളിലേക്ക് വരവേറ്റത്. വിദ്യാർത്ഥികൾക്ക് മെഴുകുതിരിയിൽ അക്ഷരദീപം പകർന്നു നൽകിയാണ് ഈ അധ്യയന വർഷത്തെ പ്രവേശനോത്സവം മലാപ്പറമ്പ് AUP സ്കൂളിൽ ആഘോഷിച്ചത്. സ്കൂൾ അടച്ചുപൂട്ടണമെന്ന ഹൈക്കോടതി ഉത്തരവിന്മേലുള്ള ആശങ്ക അവസാന ദിവസം വരെ ഉണ്ടായിരുന്നുവെങ്കിലും വിപുലമായ ആഘോഷ പരിപാടികളാണ് വിദ്യാർത്ഥികൾക്കായി സ്കൂൾ സംരക്ഷണ സമിതി ഒരുക്കിയിരുന്നത്. 58 കുട്ടികളാണ് ഈ അധ്യയന വർഷം മലാപ്പറമ്പ് AUP സ്കൂളിൽ പഠിക്കുക. 15 കുട്ടികൾ പുതുതായി സ്കൂളിൽ പഠിക്കാനെത്തിയിട്ടുണ്ട്. 1ാം ക്ലാസ്സിലേക്ക് 8 പേരാണ് ഇത്തവണ പ്രവേശനം നേടിയത്. കവി രമേശ് കവിൽ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പൂട്ടാതിരിക്കാനുള്ള സമരവുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനമെന്ന് സമരസമിതി കൺവീനർ അഡ്വക്കേറ്റ് ജയദീപ് പറഞ്ഞു. ഇത്രയും പ്രതികൂലമായിട്ടുള്ള സാഹചര്യത്തിൽ പോലും കുട്ടികൾ വന്നിട്ടുള്ളത് ഞങ്ങൾക്ക് എന്തെന്നാലും സന്തോഷമുണ്ട്, ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. ഞങ്ങൾ ഉന്നയിക്കുന്ന വിഷയം അല്ലെങ്കിൽ ഇഷ്യൂ എന്തിൻ്റെയായാലും ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എന്നാൽ ആശങ്കകളൊന്നുമില്ലാതെ പായസവും മിഠായിയും കഴിച്ച് വിവിധ വർണ്ണങ്ങളുടെ ബലൂണുകളുമായി പുതിയ കൂട്ടുകാരെ കിട്ടിയ സന്തോഷത്തിലാണ് കുരുന്നുകുട്ടികൾ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മലാപ്പറമ്പ് സ്കൂൾ അടച്ചുപൂട്ടരുതെന്ന് ആവശ്യപ്പെട്ട് സർക്കാർ നൽകിയ അപ്പീൽ ഉടൻ പരിഗണിക്കാനാവില്ലെന്ന് സുപ്രീം കോടതി. കേസ് ജൂലൈയിൽ പരിഗണിക്കാമെന്ന് സുപ്രീം കോടതി. സ്കൂൾ പൂട്ടാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ഇതിനെതിരെയായിരുന്നു സർക്കാർ കോടതിയെ സമീപിച്ചത്. തന്റെ ജീവന് കോൺഗ്രസ് നേതാവിൽ നിന്ന് ഭീഷണിയുണ്ടെന്ന് പെരുമ്പാവൂരിൽ കൊല്ലപ്പെട്ട ജിഷയുടെ അച്ഛൻ പാപ്പു. ജോമോൻ പുത്തൻപുരയ്ക്കലിനെതിരെ തന്നെ തെറ്റിദ്ധരിപ്പിച്ച പരാതി നൽകിച്ചതാണെന്നും പരാതി പിൻവലിക്കുമെന്നും അദ്ദേഹം പീപ്പിൾ ടിവിയോട് പറഞ്ഞു. കോൺഗ്രസ് നേതാവ് PP തങ്കച്ചനെതിരെ പരാതി നൽകിയ ജോമോൻ പുത്തൻപുരയ്ക്കലിനെ തനിക്കറിയില്ല. തന്നെ ചതിച്ച് കോൺഗ്രസ് നേതാവ് സുനിലും പോലീസ് ഉദ്യോഗസ്ഥൻ വിനോദും ചേർന്നാണ് ജോമോനെതിരെ പരാതി നൽകിയത്. എൻ്റെ വാർഡ് മെമ്പർ സുനിൽ, എൻ്റെ വാർഡ് 1ാം വാർഡിൽ വാർഡ് മെമ്പർ ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ നിന്ന് ജയിച്ചവൻ, എൻ്റെ വീടിൻ്റെ പാടത്തിൻ്റെ അക്കരെയുള്ള ഒരു വിനോദം, ഞാൻ സർക്കിൾ ബസ് ഡ്രൈവറാണെന്നോ അവിടെ പോലീസാണെന്നാലും ഇവർ രണ്ടുപേരും വന്ന് എന്നോട് പറഞ്ഞു, പാപ്പച്ചേട്ടാ ഈ ജോമോനെതിരെ ഒരു പരാതി കൊടുക്കണം. IG-നെ പോയി കണ്ടു, പരാതി കൊടുത്തു. തിരിച്ചു വന്ന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു 1000 രൂപ എടുത്ത് തന്നു സുനിൽ. 1000 രൂപ തന്നപ്പോൾ ഒരു ചായ പോലും തരാത്ത വ്യക്തി, ഈ സംഭവത്തെ സംബന്ധിച്ച് ഒരു അന്വേഷണം നടത്താത്ത വ്യക്തി 1000 രൂപ തന്നപ്പോൾ എനിക്ക് ഡൗട്ടായി. ഇപ്പം കള്ളത്തരം ഉണ്ടെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. ചതിക്കപ്പെട്ടുവെന്ന് തുറന്നു പറഞ്ഞതാണ് ജീവന് ഭീഷണിക്ക് കാരണമെന്നും പാപ്പു പറയുന്നു. എന്നെ നിർബന്ധിച്ച് പറഞ്ഞല്ലേ ഞാൻ അത് ഒപ്പിട്ട് കൊടുത്തത്. അതാണ് ഇവർക്ക് എന്നോട് ദേഷ്യം. ഞാൻ നിർബന്ധിച്ചു എന്ന് പറഞ്ഞാണ് ഇവർക്ക് എന്നോട് ഇവർ അന്വേഷിച്ചെടുക്കണത്. അതെനിക്കിപ്പോഴും പേടിയാതാ. എനിക്ക് ഏത് നിമിഷം എപ്പോൾ വേണമെങ്കിലും എന്ത് സംഭവിക്കാം. ജോമോൻ പുത്തൻപുരയ്ക്കലിനെതിരായ പരാതി പിൻവലിക്കുമോ എന്ന ചോദ്യത്തിന് മറുപടി ഇതായിരുന്നു. ജോമോൻ പുത്തൻപുരയ്ക്കൽ നേരിട്ടൊന്ന് കണ്ട് സംസാരിച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പരാതി പിൻവലിക്കും. കാരണം എൻ്റെ മകളുടെ കേസ് കഴിക്കാനാണല്ലോ അയാൾ ഇത്രയും കഷ്ടപ്പെട്ടത്. അപ്പോൾ അയാളെ ഒതുക്കിയത് എന്നെ കൊണ്ടല്ലേ. തങ്കച്ചനെതിരായ ജോമോൻ പുത്തൻപുരയ്ക്കലിന്റെ പരാതി മറികടക്കാൻ കോൺഗ്രസ് നേതാവും പോലീസ് ഉദ്യോഗസ്ഥനും ഇടപെട്ടു എന്നത് ദുരൂഹമാണ്. ഇക്കാര്യത്തിൽ അന്വേഷണം ഉണ്ടാകാത്തത് കൂടുതൽ സംശയങ്ങൾക്ക് ഇടയാക്കുന്നു. കൊച്ചിയിൽ നിന്ന് സമീർ വഴങ്ങോട്. മുതിർന്ന CPIM നേതാവ് VS അച്യുതാനന്ദൻ ഔദ്യോഗിക വസതിയായിരുന്ന കന്റോൺമെന്റ് ഹൗസ് ഒഴിഞ്ഞു. രാവിലെ 11 മണിയോടെ വാടക വീട്ടിലേക്ക് താമസം മാറ്റി. തിരുവനന്തപുരം തമ്പുരാൻ മുക്കിലേക്കാണ് അദ്ദേഹം താമസം മാറ്റിയത്. കുടുംബാംഗങ്ങൾക്കോടൊപ്പമാണ് VS പുതിയ വീട്ടിലേക്ക് താമസം മാറിയത്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് കേരളത്തിന്റെ വാദഗതികളെ ദുർബലമാക്കുമെന്ന് VM സുധീരൻ. ഡാം സുരക്ഷിതമാണ് എന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് ദുരൂഹമാണെന്നും വിഷയത്തിൽ സർവകക്ഷി യോഗം വിളിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും സുധീരൻ പറഞ്ഞു.
തമിഴ്നാടുമായി ചർച്ച ചെയ്യുന്നതിൽ അപാകതയില്ല, അവരുമായി സൗഹാർദ്ദം നിലനിർത്തേണ്ടത് ആവശ്യമാണ്. പക്ഷേ കേരളം ഇതേവരെ തുടർന്നു വന്നൊരു നിലപാട് കൈവിട്ടുകൊണ്ട് പിന്നെ ചർച്ചയ്ക്ക് എന്താ പ്രസക്തി? പിന്നെ തമിഴ്നാട് പറയുന്ന അതേപോലെ അംഗീകരിക്കുക എന്നുള്ളതല്ലാതെ. അപ്പോൾ അതുകൊണ്ട് അത് വലിയ പാളിച്ചയായിപ്പോയി, വളരെ ഗുരുതരമായൊരു പാളിച്ചയാണ്. സംസ്ഥാന താല്പര്യം സംരക്ഷിക്കുന്ന കാര്യത്തിൽ വലിയ ഗുരുതരമായ പാളിച്ചയാണ് സംഭവിച്ചിട്ടുള്ളത്. എത്രയും വേഗം അതിൽ നിന്നും അഭിപ്രായം പിൻവലിക്കുക എന്നുള്ളത് ഏറ്റവും പ്രസക്തമാണ്. വയനാട് വന്യജീവി സങ്കേതത്തിൽ നടത്തിയ തുമ്പി സർവേയിൽ 73 ഇനം തുമ്പികളെ കണ്ടെത്തി. വയനാട് വന്യജീവി സങ്കേതം, മലബാർ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി എന്നിവയുടെ നേതൃത്വത്തിലാണ് 3 ദിവസങ്ങളിലായി സർവേ നടന്നത്. 5 പുതിയ ഇനങ്ങളെ കൂടി ഇത്തവണ കണ്ടെത്തി. ഒരു ജൈവമണ്ഡലത്തിന്റെ പാരിസ്ഥിതികാരോഗ്യ സൂചകങ്ങളാണ് ഈ ജലജന്യ ഷഡ്പദങ്ങൾ. കേരളത്തിലാകെ 154 ഇനം തുമ്പികളെയാണ് ഇതുവരെ കണ്ടെത്തിയത്. വയനാട് മേഖലയിൽ നിന്നു മാത്രം ഇതുവരെ 68 ഇനം തുമ്പികളെ കണ്ടെത്തിയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സർവേയിൽ 73 ഇനം തുമ്പികളെ കണ്ടെത്തിയെന്നത് പ്രകൃതിയിൽ നിന്നുള്ള നല്ല വാർത്തയാണ്. ഇതിൽ 13 ഇനവും പശ്ചിമഘട്ടത്തിൽ മാത്രം കണ്ടുവരുന്ന തുമ്പികളാണ്. നീലച്ചിന്നൻ, കാട്ടുവിരിച്ചിറകൻ, ചെറുവ്യാളി, മരതകരാജൻ, ചതുർവാലൻ കടുവ എന്നിവയെയാണ് വയനാട് വന്യജീവി സങ്കേതത്തിൽ നിന്ന് പുതുതായി കണ്ടെത്തിയത്. 2 വർഷം മുമ്പ് 2014 ഇതേ സമയത്ത് തന്നെ, മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് ഫസ്റ്റ് മഴ കിട്ടിയ ഉടൻ തന്നെയാണ് സർവേ നടക്കാറുള്ളത്. വയനാട്ടിൽ നമ്മൾ 2014 ഇതേ സമയത്ത് ചെയ്തു. ദെൻ 2015 ആറളം വന്യജീവി സങ്കേതത്തിൽ ചെയ്തു. ഇത് തേർഡ് സർവേ ആണ്. തേർഡ് സർവേയിൽ പിന്നെ ആദ്യത്തെ സർവേയിൽ വയനാട്ടിൽ നമുക്ക് 68 സ്പീഷീസ് ആണ് കിട്ടിയിട്ടുള്ളത്. ഈ സർവേയിൽ 5 പുതിയ അഡീഷൻസ് വന്നു. ദാറ്റ് മീൻസ് 73 സ്പീഷീസ് ആണ് ഇപ്പോൾ ടോട്ടൽ വന്നിട്ടുള്ളത്. വന്യജീവി സങ്കേതത്തിലെ മുത്തങ്ങ, ബത്തേരി, തോൽപ്പെട്ടി, ചെതലയം റേഞ്ചുകളിലെ 12 ഇടങ്ങളിലായാണ് ഈ തുമ്പി വൈവിധ്യം. കല്ലൻ തുമ്പികളുടെയും സൂചിത്തുമ്പികളുടെയും പട്ടികയിലുള്ളവയാണ് ഇവയിലേറെയും. 2014 ഇതിനു മുൻപ് വയനാട്ടിൽ തുമ്പികളുടെ സർവേ നടന്നത്. അനൂപ് കെ ആർ, വയനാട്.